എത്ര വീട് തേച്ചാലാണെന്നറിയാം അതിന്റെ കല്ല് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന എനിക്ക്. അതൊക്കെ ഞാൻ സൂക്ഷിച്ചു. ഇവളെന്നെ മുടിപ്പിച്ച അടങ്ങുള്ളൂ. നല്ല ഭംഗിയുണ്ടോ മമ്മി അതൊട്ടോ? ഇവിടുത്തെ ടീച്ചർ കുഞ്ഞിനോട് ചോദിക്കും പേരെന്താന്ന് ചോദിക്കുമ്പോ എന്ത് പറയും? ചിന്നു. അയ്യേ ചിന്നു. അങ്ങനെ പറഞ്ഞ് ഇറങ്ങി വരുമ്പോ കിറുക്കട്ടി ഞാൻ കുത്തും. പിന്നെ അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെന്താ പറയുന്നത്? അവര് ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും. അപ്പൊ മോള് പറയണം മൈ നെയിം ഈസ് ആൻ മരിയ ഫെർണാണ്ടസ് എന്ന് പറയണം. അതാരാ ഫെർണാണ്ടസ്? അതാരാ? ദേ നിക്കുന്നെ. ഞാനോ? അതിന് എപ്പോഴാ പേര് പറയും? ഞാൻ പ്ലാൻ ചെയ്യല്ലടി. ആ പേര് നമ്മൾ ഈ സ്കൂളിലേക്ക് വരുമ്പോ മാറ്റാന്ന് പറഞ്ഞില്ലേ? എന്നെ മാറ്റാൻ ഞാൻ നന്നായി. മോനെ എന്നാ ഫെർണാണ്ടസ് വിളിച്ചോ, ഞാൻ വിളിയേട്ടാ പോരെ? ഓക്കെ ശരി. എന്നാ ശരി. ആര്? നമസ്കാരം. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹലോ പ്രിൻസിപ്പൾ ആണോ സാറേ? യെസ്. പ്രിൻസിപ്പൽ സാർ എന്നാ? ഹലോ പ്രിൻസിപ്പൽ സാറാണോ? അല്ല, പിന്നെ പ്രിൻസിപ്പൾ വരും. അപ്പൊ സാറാരാ? ഞാൻ ഡ്രൈവറാ. ഏതാ? ഇവിടുത്തെ സ്കൂളിന്റെ ഡ്രൈവറാ. സ്കൂളിന്റെ ഡ്രൈവറാണ്. എന്റെ താക്കോല് പോയി തപ്പുവാ. ഇവിടെ ഡ്രൈവറിന്റെ ഒക്കെ വേഷം കണ്ടോ? ഇതാണോ? അയ്യോ ബസ്സിന്റെ താക്കോല. ഇത് ഈ തവണ വരുന്ന പിള്ളേർക്കുള്ള പാരന്റ്സിനുള്ള റെഗുലേഷൻ. അഴിച്ചിട്ട നാണക്കടല്ലേ? അഡ്മിഷൻ വല്ലതും വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. ഞാൻ വിളിക്കാം. നമസ്കാരം. എന്തുവാണ്? ഗുഡ് മോർണിംഗ് സർ. അത് തന്നെ. ഓക്കെ. ഇരിക്കും. നോ, ഐ എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. Sit down. ആ ഡ്രൈവറിനെ പുറത്ത് നിർത്തൂ. ഞാൻ പുറത്തേക്ക്. പുള്ളി പുറത്തേക്ക്. ഡ്രൈവറല്ലേ? പുറത്തേക്ക്. സാറിനോട് സംസാരിക്കണം. കൊച്ചിന്റെ കാര്യങ്ങൾ നടത്തിക്കണം. ഞാൻ പറയാം. പുറത്തേക്ക്. അച്ചായ ഇങ്ങോട്ട് വാ. അച്ഛനാ. എന്റെ പപ്പ. കുട്ടിയുടെ അച്ഛൻ നിങ്ങളാ? ഭാര്യ. എവിടെ പോയാലും ഇത് തന്നെ. തെറ്റിപ്പോയി സാറിന് തെറ്റിപ്പോയല്ലേ? ഒരബത്തൊക്കെ ആർക്കും പറ്റും സാറേ. നിങ്ങൾക്കല്ല അബദ്ധം പറ്റിയത്, ഇതിനാണ്. ഓക്കെ. കൊച്ചിനെ ഒന്ന് ചേർക്കാനായിട്ടാണ്, മോളെ ഒന്ന് ചേർക്കാൻ വേണ്ടിട്ടാ. ചോദിച്ചോ. സാറാണ്? ഞാനാണ് ഈ സ്കൂളിന്റെ EMT. ഞാൻ ഒന്നാനുള്ള ഈ സ്കൂളിന്റെ പറഞ്ഞോളൂ. അഡ്മിനിസ്ട്രേറ്റർ. അതെ. എന്ന് പറഞ്ഞാ സ്കൂൾ മുതലാളി. ഞാൻ മുതലാളി. മുതലാളിയാണ്. എന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. സാറിന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. ദേവസ്വം മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് വായിച്ചില്ലേ? മെമ്മോറിയലോ? അയ്യോ, ഈ മെമ്മോറിയലൊക്കെ ഈ മരിച്ചതിന് ശേഷമല്ലേ ഈ മെമ്മോറിയലൊക്കെ വെക്കണം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഫുട്ബോളൊക്കെ വെക്കുമ്പോഴേ മറിയാമ്മ മെമ്മോറിയൽ ഫുട്ബോൾ ഓൾ ഇന്ത്യ ട്രോഫി എന്നൊക്കെ പറഞ്ഞ് വെക്കാറുണ്ട്. അത് മരിച്ചതിന് ശേഷമാണല്ലോ. അതെന്നെ മരിക്കുന്നതിന് മുമ്പ് വെച്ചാൽ? അല്ല, മരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ നമ്മളെ സ്കൂളിൽ, നമ്മളെ പേരിൽ സ്കൂൾ ഉണ്ടോ ഇല്ലേ? ഭയങ്കര ബുദ്ധിയുള്ള ആളാ. കൊച്ചിനിവിടെ കിട്ടിയത് നന്നായി. ഓക്കെ, വെരി ഗുഡ്. കുട്ടിക്ക് ലാംഗ്വേജ് ഒക്കെ നല്ല വശമാണല്ലോ അല്ലെ? ഓക്കെ, അത് ഈ സ്കൂളിൽ മസ്റ്റ് ആണ് ലാംഗ്വേജ്. ഓക്കെ, പിന്നെ ഈ സ്കൂളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അല്ല, വേറെ കാര്യമുണ്ട്, അത് പറഞ്ഞില്ല. നമ്മൾ വിഷയം ഇപ്പൊ ഇംഗ്ലീഷാണ് പഠിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ പഠിക്കും. മലയാളമാണെങ്കിൽ മലയാളം തന്നെ പഠിക്കും. സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം തന്നെ പറയണം, സംസാരിക്കണം. അപ്പൊ കണക്കാണെങ്കിലോ? 1-2 പറഞ്ഞിരുന്നാ മതി, കുട്ടികളല്ലേ. കണക്കിന്റെ ക്ലാസ് മോനെ എളുപ്പം. അപ്പൊ അങ്ങനെ വേറെ സംസാരിക്കണം, 1-2 സംസാരിച്ചാൽ മതി. പിന്നെ ഈ സ്കൂളിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സ്കൂളിൽ നിന്ന് തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതായത് ബാഗ്, ബുക്ക്, യൂണിഫോം, പിന്നെ ചെസ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, എല്ലാം ഈ സ്കൂളിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ പഠിക്കാനുമായിട്ട് എവിടെ പോകണം? ഏതെങ്കിലും വിവരമുള്ള ടീച്ചറിനെ ട്യൂഷൻ വെച്ചാൽ ഏതെങ്കിലും വിവരമുള്ള ടീച്ചർമാരെ ട്യൂഷൻ വെക്കാൻ മതി. അതാണ് ഇവിടുത്തെ പരിപാടി. ടീച്ചറെ, ഞങ്ങളെ യൂണിഫോം ഒക്കെ തയ്പ്പിച്ച്. യൂണിഫോം മാറി, കളറത്തില്ല, മാറി. ഈ വർഷം വേറെ. അയ്യോ, അത് അങ്ങനെ വർഷം മാറ്റി കഴിഞ്ഞാൽ ഞങ്ങളെ പോലെ പാവപ്പെട്ടവർക്ക് അങ്ങനെ മാറ്റി എടുക്കാൻ പറ്റുമോ? അതോ എന്റെ അളിയൻ പണങ്ങും. അളിയന്റെ കടയിൽ ഈ യൂണിഫോം ഇല്ല, അതുകൊണ്ട് അളിയന്റെ കടയിലുള്ളതേ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. അളിയൻ പണങ്ങിയാൽ പിന്നെ അറിയാലോ, കടക്ക സ്കൂളില്ല. ഈ അളിയന്റെ കടയെന്നാണ് ഇവിടെ സ്ഥിരം യൂണിഫോം. ഈ വർഷം ഇല്ലാന്ന്. അപ്പൊ ഇത് മോഡൽ ഇതാണോ? മോഡൽ ഇതല്ല, ഇനിയിപ്പോ ഷർട്ടും സ്കേർട്ടും ആണ് വരുന്നത്. അതെ, സെറ്റും ഷർട്ടും അതൊക്കെ. സ്കേർട്ട്. അപ്പൊ ഷർട്ടും സ്കേർട്ടും. ഓക്കെ, പാവാട. ഫ്രോക്ക് അല്ല, ഫ്രോക്ക് അല്ല, പാവാടയാണ് ഇന്ന് വരുന്നത്. ഇംഗ്ലീഷ് പറയോ? സ്കേർട്ട്. പക്ഷെ
ഓക്കെ, അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പഠന നിലവാരം അനുസരിച്ച് പാരന്റ്സിന് ഒരു ധാരണ ഉണ്ടാവുമല്ലോ, കുട്ടീനെ എന്താക്കാനാണ് അംബീഷൻ? അതിനകത്ത് വേറെ ചിന്തയൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയർ എഞ്ചിനീയർ മിനി എഞ്ചിനീയർ എഞ്ചിനീയർ മിനി അച്ചായ വെറുതെ ഇരുന്നോട് വർത്താനം പറയരുത്. അങ്ങനെ അങ്ങ് സംസാരിക്കണ്ട. എന്റെ കൊച്ചല്ലേ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ എന്ത്? ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞല്ലേ ഇവിടെ വന്ന് തർക്കം ഉണ്ടാവരെന്ന് പറഞ്ഞോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് സാറ് കേക്ക് ഓരോ കെട്ടം മണിക്ക് പോയിട്ട് ഞാൻ തേക്കണ ശരിയല്ലെന്ന് പറഞ്ഞു ഓരോ എഞ്ചിനീയർമാർ വന്ന് അപ്പനും അമ്മയ്ക്കാണ് വിളിക്കണത്. എന്റെ കൊച്ചിന് എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ അവളുടെ മുമ്പിൽ മാന്യമായിട്ട് തേക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കണേ. അറിയോ, ഒരു അപ്പന് വിളി കേൾക്കാതെ ഒരു കെട്ടിടത്തിന്റെ കിറ്റ് കേൾക്കുന്ന ഏതൊരു മേഖലയ്ക്ക് ആകരുതല്ല. എന്നിട്ട് അവള് പറയാം ഡോക്ടർ ആക്കുന്നു. നിങ്ങൾ വല്ല കെട്ടിടത്തിന് മേളിൽ വീണാലേ ആര് ചികിത്സിക്കും? അതിന് വേണ്ടി എന്റെ കൊച്ചിനെ ഡോക്ടർ ആക്കും. ഇത് എഞ്ചിനീയർ ആക്കുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ അല്ല എഞ്ചിനീയർ അല്ല, പിന്നെ പോലീസ് ആക്കണം. അതെന്താ എന്നാൽ നിങ്ങൾ സംഘർഷം ഇവിടെ നിർത്തേണ്ടി വരും സർ, കേട്ടോ. സർ, എനിക്കൊരു പേഴ്സണൽ മാറ്റർ പറയാനുണ്ട്. ഇങ്ങനെയുള്ള പാരന്റ്സിനെ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള പാരന്റ്സിനെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ഇത് ബാക്കിയുള്ള കുട്ടികളെ ബാധിക്കും. അത് കാരണം പറ്റില്ല, നടക്കില്ല. ലോക്കൽസ് ആണ് എന്നോട് ചോദിച്ചാ നിന്നോട് ചോദിച്ചാ സത്യം. സർ. വേണ്ട സർ, ഇവര് വേണ്ട സർ. അപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? അച്ഛന്റെയും അമ്മയുടെയും രീതി അനുസരിച്ചിരിക്കും മക്കളുടെയും. അല്ല എന്റെ വിദ്യാഭ്യാസം കുഴപ്പമില്ല. 7ാം ക്ലാസ് വരെ പഠിച്ചല്ലേ? ആ സെയിം പേജ്. സാറ് 7ാം ക്ലാസ് ആണ്. ഞാനല്ല അച്ഛൻ സാറിന്റെ അച്ഛൻ. ഞാനെടുത്തു സാറ് 7ാം ക്ലാസ്സിൽ പഠിച്ചോ? 7ാം ക്ലാസ് പഠിച്ചു. അയ്യോ, വിദ്യാഭ്യാസം വേണം. ഇല്ലാത്ത കുട്ടികളെ ഇവിടെ അഡ്മിഷൻ ആക്കാൻ അല്ലാണ്ട് എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ ആദ്യം ഒരു അഡ്മിഷൻ തന്നെ ഇവിടെ പഠിപ്പിക്കാവുണ്ട്. എന്നെ 10ാം ക്ലാസ് ആയതിനു ശേഷം കൊച്ചിനെ കൊണ്ടുവരും. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. വെരി ഗുഡ്. അപ്പൊ 2 അഡ്മിഷൻ ആയാലോ? സർ, അത് പറ്റില്ല സർ. നമുക്ക് പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ കൂടി നോക്കണം. എന്നാലേ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതെ അതെ അതെ, വിദ്യാഭ്യാസം വേണം. അല്ലാതെ നടക്കൂല. നടക്കില്ല. ഇനി കുട്ടിക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലല്ലോ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. മോളെ, മോൾക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ? അറിയാലോ. ദേവസ്വയുടെ സ്കൂളാണ്, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. വവൽസിനെ കുറിച്ചൊക്കെ അറിയോ? അത് പറയേണ്ട കാര്യമുണ്ടോ? കുഞ്ഞുനാൾ പോലെ പറയും വവ്വാല്, പാറ്റ, ഞണ്ട്, ഓന്ത്, അരണ, ഉറുമ്പ്, അതുപോലുള്ള എല്ലാ സാധനവും കുഞ്ഞുനാളെ പോലെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചു കാണിച്ചു. മാത്രല്ല ഈ കൊച്ചിന് ഭയങ്കര പേടിയായിരുന്നല്ലേ ഇതൊക്കെ കാണിച്ചിട്ടാണ് ചോറ് തീറ്റിക്കുന്നത്. രാത്രി മുറ്റത്തേക്ക് കളിക്കാൻ ഇറങ്ങി പോകും. ഞാൻ പറയും വവ്വാല് വരും, വവ്വാല് പറയുമ്പോ പേടിച്ചകത്ത് കയറും. അതൊക്കെ അറിയാം. അപ്പൊ അഡ്മിഷൻ എഴുതും, അവർക്കറിയാം. ആ വവൽസ് അല്ല. മോൾക്കറിയോ വവൽസിനെ കുറിച്ച്? അറിയാം. അയ്യോ, അവക്കെന്താ പറ്റി? തലവേനയാ? എന്റെ അമ്മി അതല്ല. അയ്യോ, AEIOU അതാണ് വവൽസ്. അതാണ് മാം ചോദിച്ചത്. വെരി ഗുഡ്. അതാണ് വവ്വാല്. വെരി ഗുഡ്. അല്ലാതെ മറ്റേ ഈ വാഴയുടെ കൂമ്പിൽ നിന്ന് മറ്റേ തേൻ കുടിക്കുന്ന തൂങ്ങിടക്കുന്ന വവ്വാലല്ല. അതല്ല അല്ലേ? കല്ലടിയുള്ള അതല്ല. അതല്ല. AEIOU വവൽസ്. ലൈംഗമ്പിയിൽ കറണ്ട് അടിച്ച് കിടക്കണം അതുമല്ലേ? അല്ല സർ. അതെ, നിപ്പ വരുത്തുന്ന സാധനം. അല്ല സർ, അല്ല. അതല്ല ഏട്ടാ, നമുക്ക് തെറ്റിപ്പോയി. നമുക്ക് കുട്ടിക്ക് നിലവാരം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം അറിയാലോ, ഞാൻ ഈ സ്കൂളിലെ 1 and only അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ പറയട്ടെ, ഈ സാറ് വണ്ണാൻഡോള്ളി അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള സാധനം സാറ് പറയുന്നില്ല. ഞാൻ വന്നപ്പോ പോലും ശ്രദ്ധിക്കുന്ന സാർ അത് പറയുന്നില്ല. അത് ആ മാടാ പറയണത്. അത് ഞാൻ പുറത്തുനിന്ന് പഠിച്ചത്, അതുകൊണ്ട് ചില വാക്കുകൾ എനിക്ക് എടുത്തില്ല. ഓ, അമേരിക്കയിലും കണ്ട് പഠിച്ച ആളാ? അതല്ല, സ്കൂളിന് പുറത്തുനിന്ന്, ക്ലാസ്സിന് പുറത്ത്. ആ ചില വാക്കുകൾ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പുറത്തേക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാം. ഓക്കെ മാം. സാറെന്താ അവരെ പുറത്താക്കിയത്? വിവരമില്ലാത്തവരെ പുറത്താക്കണം. എന്നെ അങ്ങനെ സ്കൂളിൽ പുറത്ത് കയറുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അവരെ വെയിറ്റിംഗ്. വേറെ ആളുണ്ട്. Thank you, sir. ഓക്കെ, വെൽക്കം. Good morning, sir. ഗുഡ് ആഫ്റ്റർനൂൺ. Good evening, sir. ഓക്കെ, പിന്നെ കാണാം. പോട്ടെ. സാർ, അയാൾ ഉള്ളിൽ വിട്ടത് ഇങ്ങോട്ട് വാ. അതാ ഞാൻ ആലോചിച്ചത്. ഇത് അഡ്മിഷൻ വന്ന ആളാ. പറ, എന്താണ്, എവിടെ നിന്ന് വരുന്നു? ഞാൻ ശരിക്കും സ്റ്റേറ്റ്സിൽ നിന്നാണ്. ഓ, ഓക്കെ. സാറ്, എന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടി വന്നത്. എന്താണ് കുഞ്ഞിന് വേണം? കുഞ്ഞിന് LPGയുടെ അഡ്മിഷൻ വേണം. LPGയുടെ അഡ്മിഷൻ വേണം കുഞ്ഞിന്റെ. ഗ്യാസിന്റെ കണക്ഷനാ കൊടുക്കാനുണ്ടോ? ഗ്യാസ് കണക്ഷനാ. അല്ലല്ല, ഗ്യാസ് അല്ല. അതെന്താ അങ്ങനെ? LPG കേട്ടില്ല? LPG. ആ, ഗ്യാസ്. അതന്നെ ഗ്യാസ്. LPG ULPG ഇല്ലേ? അയ്യോ, സാറ് LKG ആണോ ഉദ്ദേശിക്കുന്നത്? ഓ, സോറി, മൈ മിസ്റ്റേക്ക്. LKG. മൈ മിസ്റ്റേക്ക്. പുറത്തുനിന്നാണോ വിളിച്ചത്? ഞാൻ പുറത്തുനിന്നാണ് വിളിച്ചത് സാർ. ഞാൻ പുറത്തുനിന്നാണ് വിളിച്ചത്. ഓക്കെ.
ചില വാക്കുകൾ കിട്ടത്തില്ല. ചില വാക്കുകൾ കിട്ടും. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ പറയൂ. അപ്പൊ നമുക്കത് LPG നമ്മൾ അഡ്മിഷൻ വേണം. അതിന്റെ നമുക്ക് എങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പൈസയുടെ കാര്യത്തിൽ നമുക്ക് നോക്കണ്ട, കെട്ടുകിടക്കുന്ന പൈസ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വിഷയമാണ്, പൈസ വേണം. പൈസ വേണം, പൈസ വേണം. ഒരുപാട് പൈസ ഉണ്ട്. പൈസയുടെ ഒരു വിഷയമില്ല നമുക്ക്. ഓക്കെ. അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് അഡ്മിഷൻ കൊടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. അഡ്മിഷൻ തരണം സാർ. കുട്ടിയെ കാണേണ്ട കാര്യമൊന്നുമില്ല അല്ലേ, നമുക്ക് കൊടുക്കാം. അല്ല സർ, കുട്ടിയെ കാണാണ്ട് ശരിയാവില്ല സർ, കുട്ടിയെ കാണണം. കുട്ടി കാണണ്ട, MLA വിളിച്ചു പറഞ്ഞാണല്ലോ. MLA വിളിച്ചു പറഞ്ഞ MLA കണ്ടിട്ടുണ്ടോ കുട്ടിയെ? MLA കാണിക്കാൻ ഞാൻ കാണിച്ചോളാം. കുട്ടി നാട്ടിൽ ഫേമസ് ആണോ? ഭയങ്കര ഫേമസ് ആണ്. നിങ്ങളെ കുട്ടി അറിയാമോ? എനിക്ക് എത്ര പരിചയമില്ല, വൈഫിന് അറിയാലോ. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താ എന്നാലും പറ്റില്ല സർ. വേണ്ട ഉണ്ടല്ലോ സർ. പൈസ ഉണ്ട്, പൈസ. കുട്ടി വിളിക്കും. സർ, നമ്മൾ എല്ലാരെയും ഇന്റർവ്യൂ ചെയ്തിട്ടല്ലേ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അനുസരിച്ച് സർ, കുട്ടി വിളിക്കട്ടെ. കുട്ടിയെ വിളിക്കണം. സ്റ്റെഫി. കുട്ടി ഓക്കെ. സ്റ്റെഫി. താരാട്ടിൻ ചെറുചെത്തു തുറക്കാമുങ്ങി കണ്ണാമിഴി പൂക്കും. നമ്മളെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അഡ്മിഷൻ. വിളിക്കൂ, സ്റ്റെഫി വിളിക്കൂ. പിന്നെ വിളിക്കൂ. മോളെ, ഇതാണ് നിന്റെ സ്കൂള്, ഇവിടാണ് നീ പഠിക്കാൻ പോകുന്നത്. ഇതാണ് മാഡം, കണ്ട അതാണ് മാഡം. ഇത് ഇവിടുത്തെ ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹായ് കൊടുക്കും. വയറിനുള്ളിൽ ഇവിടെ തനിക്ക് വട്ടാണോ വയറിനിടക്കണോ കുട്ടിയും കൊണ്ട് ഗർഭിണിയും കൊണ്ട് ഇവിടെ വരാൻ? തനിക്ക് വട്ടാണോ? വയറിനുള്ളിൽ കുട്ടിയായിട്ട് വന്നാ എന്താണ് കുഴപ്പം? പിന്നല്ല എടോ 5 വർഷമായി എന്റെ മൂത്ത കുഞ്ഞിന് 5 വയസ്സായി. അതുകൊണ്ട് അന്ന് പോലെ ഞാൻ കയറി ഇന്ന് വരെ അവനൊരു അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞിന് ഇപ്പോഴെങ്കിലും ഞാൻ അഡ്മിഷൻ വന്നില്ലെങ്കിൽ ഇത് ജനിക്കുമ്പോഴെങ്കിലും എനിക്ക് റെഡിയാകുമോ? താനൊരു കാര്യം ചെയ്യും, ആദ്യം ഇതിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും. എന്നാ ഇവിടെ അഡ്മിഷൻ ഓക്കെ. അഡ്മിഷൻ ഓക്കെ ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ ഓക്കെ.